ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. എനിക്ക് നമുക്ക് ഗൈഡൻസ് മെസ്സേജ് എടുക്കാൻ ഇന്ന് ഈ വീക്ക് മുന്നോട്ട് ഈ വീക്കിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം, എനർജി അപ്ഡേറ്റ് ആയിട്ട്. ഓക്കെ, ഈ വീക്കിൽ നമ്മുടെ മൺഡേ അല്ലേ, മൺഡേ ടു സൺഡേ നമുക്ക് ഓരോ ദിവസത്തേക്കും ഓരോ കാർഡ് എടുക്കാം. ഓക്കെ, ആ കാർഡിനെ ജസ്റ്റ് എന്താണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം, എന്നിട്ട് ഗൈഡൻസ് ആയിട്ടും നോക്കാം. ഓക്കെ, ലെറ്റ്സ് സി. ഞാൻ ഇത് എടുക്കാമെന്നാണ് വിചാരിച്ചു, പക്ഷേ നോക്കട്ടെ, ലെറ്റ്സ് സി. ഓക്കെ, ഈ വീക്കിൽ ഓരോ ദിവസത്തേക്കും ഒരു കാർഡും ചിലപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ലെറ്റ്സ് സി. ഫുൾ വീക്ക് അഹെഡ്, ജൂലൈ ഫസ്റ്റ് വീക്കും ആണ് വരാൻ പോകുന്നത് അല്ലേ, നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് മൺഡേ, അതായത് ഇന്നത്തെ. ഓക്കെ, ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ട്യൂസ്ഡേ, വെനസ്ഡേ, Thursday, Friday, okay, ഞാൻ സാറ്റർഡേ, സൺഡേക്ക് സ്ഥലമല്ല, സൺഡേ സോറി. ഓക്കെ, ഇതിൽ നമുക്ക് ഏസ് ഓഫ് പെന്റക്കിൾസ് ഇസ് ക്ലിയർ. ഓക്കെ, മൺഡേ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഇന്നത്തെ ദിവസം. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ അബണ്ടൻസ് വരാനുള്ള സാധ്യതയാണ്, ഫൈനാൻഷ്യൽ ഗെയിൻ വരാനുള്ള സാധ്യതയാണ്, എന്തെങ്കിലും ഓഫർ വരാനുള്ള സാധ്യതയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി, എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടാം. അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും പൈസയുടെ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാം. വല്ല ലോൺ അപ്ലൈ ചെയ്തിട്ടായാലും ശരി, അല്ല വല്ല സാലറി വരുന്ന അല്ലല്ലോ. ഓക്കെ, എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ഗെയിനിൻ്റെ ഒരു കാര്യം കാണുന്നുണ്ട്, ഫൈനാൻഷ്യൽ ഗ്രോത്തിൻ്റെ ഒരു ദിവസം എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യം എന്തെങ്കിലും തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നു, നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ജോലി ഓഫർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ചിലവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, ചിലവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് പേഴ്സൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ മേ ബി ഒരു കമ്മിറ്റ്മെൻറ്റ് ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു സംസാരത്തിൽ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിൽ പറയുമല്ലോ. ചിലവർക്ക് വല്ല പ്രപ്പോസൽ വന്നിട്ട് അതിൻ്റെ കാര്യവും ആവാം, അങ്ങനെയും പറയാം. സോ എല്ലാ തരത്തിലും ഏസ് ഓഫ് പെന്റക്കിൾസ് നമുക്കിന്നൊരു വളരെ പോസിറ്റീവായിട്ടൊരു മൺഡേ, എന്തായാലും വളരെ പോസിറ്റീവായിട്ട് ഇന്നത്തെ എനർജി, നല്ലൊരു കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ദിവസമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ട്യൂസ്ഡേ ഓൾസോ ആക്ച്വലി വലിയ കുഴപ്പമില്ല. 10 ഓഫ് കപ്സ് ആണ്. സോ ഹാപ്പി ആയിരിക്കും നിങ്ങൾ. ഓക്കെ, മേ ബി ആ ഫൈനാൻഷ്യൽ ഇത് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. 10 ഓഫ് കപ്സ് ആണ് കാണുന്നത്. നിങ്ങൾ ഫാമിലിയുമായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ 10 ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങൾ ട്യൂസ്ഡേ വർക്കിംഗ് ഡേ ആണ്, എന്നാലും മേ ബി നിങ്ങൾ ഫാമിലിയോട് കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കും എന്ന രീതിയിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നിങ്ങളൊരു ഡേ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം ഫീൽ ചെയ്യും, ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ് ചെയ്ത പോലൊരു മനസ്സിലൊരു ഹാപ്പിനെസ്, ഒരു സന്തോഷമായിട്ടിരിക്കും നിങ്ങൾ. ഓക്കെ, മൺഡേയും ട്യൂസ്ഡേയും ഒക്കെയാണ്. വെനസ്ഡേക്ക് ഒരു ഡെവിൾ കാണുന്നുണ്ട്. ഡെവിൾ എനർജി എന്താ നോക്കാം. ക്വീൻ ഓഫ് കപ്സ്, 7 ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, ഒരു ലേശം ടെൻഷൻ്റെ കാര്യമാണ് കാണുന്നത്. ഓക്കെ, ഇതെനിക്ക് ഒരുപാട് നെഗറ്റീവ് പറയാനില്ല അവിടെ, ഒരുപാട് നെഗറ്റീവ് അല്ല, പക്ഷെ ലേശം ഒരു ടെൻഷൻ അടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ചെറിയ ലൈക്ക് കൺഫ്യൂഷൻ ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് പറയുമ്പോൾ നമുക്ക് അമ്മ എന്ന് പറയാം, വൈഫ് എന്ന രീതിയിൽ പറയാം, ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് ഏതായാലും ശരി, അമ്മ അച്ഛൻ അല്ലെങ്കിൽ പാരൻസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ്, അങ്ങനെ എന്ത് തരത്തിലും പറയാം നമുക്ക്. ആരെയോ കുറിച്ച് ഒരു കൺസേൺ ഒരു ഐ തിങ്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വെനസ്ഡേക്ക്. ഓക്കെ, അത് 7 ഓഫ് പെന്റക്കിൾസും കാണുന്നുണ്ട്. ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട എഫേർട്ടിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ. ഓക്കെ, മേ ബി നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ട് ഒരു റിപ്ലൈ വരുമോ എന്നുള്ള പേടിയായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും എന്തായാലും ഒരു മനസ്സിലൊരു പേടി എന്ന രീതിയിൽ, മനസ്സിലൊരു പേടി അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഒരല്പം ഓവർ തിങ്കിങ്ങിലേക്ക് പോവാം നിങ്ങൾ, അല്പം നെഗറ്റീവായിട്ട് ഒരല്പം നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ടാവും, ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ടാവും, സ്ട്രെസ്സ്, ഒരു അനാവശ്യമായ ഒരു പേടി നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, ആ രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരു ഗ്രോത്ത് ഉണ്ടാവുമോ, ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് കൂടുതലും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫാമിലി ഹസ്ബൻഡ് വൈഫായിട്ട് അല്ലെങ്കിൽ അമ്മ എന്ന രീതിയിൽ ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങളുടെ മൈൻഡിൽ അവരെക്കുറിച്ചൊരു ചെറിയ ടെൻഷൻ, കൺഫ്യൂഷൻ
എന്ന രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. ഡെവിൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ടല്ല ഇവിടെ ഇന്നത്തെ ദിവസം ജസ്റ്റ് ഒരു ഐ തിങ്ക് ഒരു ടെൻഷൻ്റെ എനർജി, ഒരു ഓവർ തിങ്കിങ്, പേടിയല്ല ഓവർ തിങ്കിങ് ആണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഓർത്ത് സ്ട്രെസ് ലേശം ആവുന്ന പോലെയുണ്ട്. തേഴ്സ്ഡേക്ക് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കുറച്ച് ലേശം പണം ചിലവ് വരുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഐ തിങ്ക് 4 ഓഫ് തേഴ്സ്ഡേക്ക് നിങ്ങൾക്ക് ലേശം പണം ചിലവ് വരാനുള്ള സാധ്യതയാണ്. എന്തെങ്കിലുമൊക്കെ പണം ചിലവ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമായിരിക്കും, എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കാം. എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങാൻ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ നിങ്ങൾക്കായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ചിലവ് വരുന്നതായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്ത്തും ഉണ്ട്, അത് ആവശ്യമാണ്. ആ ഒരു ഐ തിങ്ക് ആ ഒരു ചിലവ് ഐ തിങ്ക് ആവശ്യമായിട്ട് വരും നിങ്ങൾക്ക്. ചിലവർക്ക് സ്ട്രെങ്ത് പറയുമ്പോൾ നമ്മൾ ഹെൽത്തിൻ്റെ കാര്യം പറയാറുണ്ട്, ഇതും ഒരു ഹെൽത്തിൻ്റെ ഇതായിട്ട് പറയാം. സോ മേ ബി ഹെൽത്ത് വൈസ് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ചില പൈസ ചിലവ് എന്ന രീതിയിൽ അങ്ങനെ വലുതും ആയിരിക്കാം. എംപ്രസ് വേണ്ടുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഈ 2 ദിവസവും തമ്മിലൊരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ പാരൻസിനെ കുറിച്ച് കൺസേൺ, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും അമ്മ, പാരൻസ്, വൈഫ് ഓഫ് അങ്ങനെ ആരെങ്കിലും ആയിട്ട് മേ ബി ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഫേസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഒരു കൺസേൺ ആയിരിക്കാം നിങ്ങൾക്ക്. ആൻഡ് അതിന് വേണ്ടി ലേശം പണം ചിലവാക്കേണ്ട കാര്യമാണ്. ഇത് നമ്മളൊരു ഹെൽത്തിൻ്റെ കാര്യം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴും ഇതും ഒരു ബോഡിയുടെ ഒരു റെപ്രസെൻറ്റേഷനാണ്. സോ ഹെൽത്തിൻ്റെ കാര്യം എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഹെൽത്ത് ഇഷ്യൂസ് വരാനോ എന്തെങ്കിലും അങ്ങനത്തെ കാര്യത്തിന് നിങ്ങൾക്ക് പണം ചിലവാക്കേണ്ടതായിട്ട് വരുമോ എന്തെങ്കിലും പോസിബിലിറ്റി ആണ്. അതിൻ്റെ ഒരു ലേശം സ്ട്രെസ് ഐ തിങ്ക് ഒരു 2 ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഫ്രൈഡേക്ക് 3 ഓഫ് സോഡ്സും ഉണ്ട്. വശം ഒരു ചെറിയ സ്ട്രെസ്സായിട്ട് തന്നെയാണ് കാണുന്നത്, കുറച്ചൊരു വശമായിട്ടാണ് കാണുന്നത്. നോക്കാം 3 ഓഫ് സോഡ്സ് എന്താ നോക്കാം. 2 ദിവസം വരെ ഹാപ്പി ആയിരുന്നു, അത് കഴിഞ്ഞ് 2 ദിവസം ലേശം അതെപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ, നമുക്ക് എന്നും ഒരേപോലെ ഇരിക്കില്ല. ഓക്കെ, 3 ഓഫ് സോഡ്സ്, എംപറർ, 2 ഓഫ് കപ്സ്. ഓക്കെ, സണ്ണും ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഫ്രൈഡേ ഇപ്പോൾ ഐ തിങ്ക് വല്ല കോൺഫ്ലിക്ട്സ് വരാനുള്ള സാധ്യതയാണ്. ആരെങ്കിലും ആയിട്ട് ഏതെങ്കിലും പേഴ്സണുമായിട്ട് ഒരു ചെറിയ കോൺഫ്ലിക്റ്റ്, അതും പാരൻ്റ് ആവാം. എംപറർ എന്ന രീതിയിലുണ്ട്. ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം, ബോസും ആയിട്ടായിരിക്കാം. ഓക്കെ, ഒരു ലേശം ഹേർട്ട് ആവുന്ന തരത്തിലുള്ള ഒരു ബിഹേവിയർ പോസിബിലിറ്റി ആണ്. പക്ഷേ അത് ശരിയാവുകയും ചെയ്യും. ഓക്കെ, അതങ്ങനെ ലോങ് ലാസ്റ്റിംഗ് അല്ല. മേ ബി ഓക്കെ പാർട്ട്ണറുമായിട്ടായിരിക്കാം, ബിസിനസ് പാർട്ട്ണറായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി, നമ്മുടെ പാർട്ട്ണർ എന്ന രീതിയിൽ, അതായത് ഹസ്ബൻഡ് വൈഫ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അങ്ങനത്തെ ഒരു പേഴ്സണുമായിട്ട് ചിലപ്പോൾ ഒരു ലേഖം ഈഗോ ക്ലാഷ് വരാനുള്ള സാധ്യതയാണ്. അത് ഒരു ഹേർട്ടായിട്ട് ലേശം ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഫ്രൈഡേക്ക്. ഓക്കെ, മേ ബി ഫ്രൈഡേ നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ ആ സമയത്ത് ലേശം പക്ഷെ ഒരു ഹേർട്ട് ആയിട്ടുള്ള കാര്യം കാണുന്നുണ്ട് ഇവിടെ എനിക്ക്. റിലേറ്റഡ് ടു റിലേഷൻഷിപ്പാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഹേർട്ടിംഗ് ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ സാറ്റർഡേക്ക് ടവറും ഉണ്ട്. സോ മേ ബി ഈ ഒരു നിങ്ങൾ ഫ്രൈഡേ വരുന്ന കാര്യം മേ ബി ക്യാരി ഓൺ ചെയ്ത് സാറ്റർഡേക്കും കൂടി ലേശം അതൊരു പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യതയാണ്. സാറ്റർഡേയുടെ എനർജി ഒന്നുകൂടി നോക്കിയേക്കാം. നൈറ്റ് ഓഫ് സോഡ്സ്. ഓക്കെ, ഇല്ല ശരിയാവും. ടെമ്പറൻസും ഉണ്ട്, ബാലൻസ്. ഓക്കെ, ചെറിയൊരു ഉടക്കാണ്, അത്രയേ ഉള്ളൂ, ചെറിയൊരു ഉടക്കാണ്. വീണ്ടും എംപ്രസ് വരുന്നുണ്ട്. ഈ ഐ തിങ്ക് ഇവിടുന്ന് അങ്ങോട്ട് ലേശം ഇത് പാരൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുന്നതായിട്ടോ തോന്നുന്നു എനിക്ക്. വെനസ്ഡേ തേഴ്സ്ഡേയുടെ കാര്യം. ഫ്രൈഡേക്ക് വരുന്നത് ഐ തിങ്ക് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിട്ടും, അല്ലെങ്കിൽ പാരൻസോ ആയിട്ടോ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ബോസോ, പക്ഷെ പാർട്ട്ണറാണ് കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻ പാർട്ട്ണറാണ് ഫീൽ ചെയ്യുന്നത്. അവരുമായിട്ട് ലേശം ഒരു ക്ലാഷ് വരുന്നതായിട്ടാണ് കാണുന്നത്. സോ സാറ്റർഡേക്ക് അത് ക്യാരി ഓൺ ചെയ്യും. നിങ്ങൾ തമ്മിൽ ഈ ഫ്രൈഡേയുടെ ഒരു ഉടക്ക് എന്ന് പറയാം, ഫ്രൈഡേയുടെ ഉടക്ക് ഐ തിങ്ക് സാറ്റർഡേക്ക് ക്യാരി ഓൺ ചെയ്ത് ഒരു ലേശം, പക്ഷെ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും, ഓക്കെ രാവിലെ നിങ്ങൾ ഫ്രൈഡേ ഉടക്കിയിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ ഐ തിങ്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾ തമ്മിൽ സോൾവ് ആവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ബാലൻസിലേക്ക് വരുമെന്ന് പറയാം. ഓക്കെ, രണ്ടും നൈറ്റ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കം പോസിബിൾ ആണ്, പക്ഷെ അതിന് ശേഷം ശരിയാവുന്നതായിട്ടും ഉണ്ട്, സോൾവ് ആവുന്നതായിട്ടും ഉണ്ട്. കപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷനാണ്, സ്നേഹം എന്ന രീതിയിലാണ് പറയുക. അപ്പോൾ അത് എന്തെങ്കിലും ഉടക്കുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് അത് വൈകുന്നേരം ആകുമ്പോഴേക്കും, സാറ്റർഡേ ഈവനിങ് ആകുമ്പോഴേക്കും അത് സോൾവ് ആവും. ഓക്കെ, ചെറിയ ഇഷ്യൂസ് വരാതിരിക്കില്ലല്ലോ അല്ലേ.
ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, സൺഡേക്ക് ഏസ് ഓഫ് സോർട്സ് എനർജിയാണ്. എന്താ നോക്കാം. ഇവിടെ തുടക്കം ഏസ് ഓഫ് പെൻഡിക്കൽസ് ആയിരുന്നു, ഇവിടെ അവസാനം ഈ വീക്കിൽ അവസാനം ഏസ് ഓഫ് സോർട്സിലേക്കാണ്. നിങ്ങൾ എന്തോ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് പറയുക. നമ്മൾ സാധാരണ ഏസ് ഓഫ് സോർട്സ് ആക്ഷൻ്റെ ആണ്. ലെറ്റ്സ് സീ എന്ത് ആക്ഷനാണ് എടുക്കുന്നത്. ഓക്കെ, ഇത് ഫുൾ. ഓക്കെ, ഫുൾ ആൻഡ് ഇവിടെ 2 ഓഫ് സോർട്സ് ആണ്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ്, ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് സൺഡേക്ക് നിങ്ങൾ എന്തോ ഒരു തീരുമാനം എടുക്കുന്ന പോലെ കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഡിസിഷൻ, അതായത് ഇത് മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കൊണ്ടുവന്ന് എല്ലാം കുളമാക്കി ഞാൻ. ഓക്കെ, ഇവിടെ നിങ്ങളൊരു പക്ഷേ ഫുള്ളാണ് കാണുന്നത്. സോ ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത്. ഓക്കെ, സൺഡേക്ക് നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഓക്കെ ആവും. ഓക്കെ, ഒരു ലേശം ക്ലാഷ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സൺഡേക്ക് നിങ്ങൾ ഓക്കെ ആവും. നിങ്ങളുടെ ലൈഫിലും ആക്ച്വലി ഒരു ബാലൻസ് പറയാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലും ഓക്കെ ആയിരിക്കും നിങ്ങൾ. എയ്റ്റ് ഓഫ് വാൻസും ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ലേശം സ്റ്റക്കായിട്ട് ഐ തിങ്ക് ഹാങ്മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാതെ സൺഡേ ലേശം റിലാക്സ് ചെയ്യാൻ തീരുമാനിക്കുമായിരിക്കും. ഓക്കെ, റിലാക്സ് ചെയ്ത് ജസ്റ്റ് എൻജോയ്, ഒരു നല്ല സമയങ്ങൾ എൻജോയ് ചെയ്യാൻ പോലെ. ഓക്കെ, ഐ തിങ്ക് പക്ഷെ ഒരു പുതിയ തുടക്കം നിങ്ങൾ തമ്മിൽ വീണ്ടും പ്രതീക്ഷിക്കാം. അതായത് നിങ്ങൾ ഈ ഫ്രൈഡേ സാറ്റർഡേയുടെ എനർജി മുന്നോട്ട് പോവുകയാണെങ്കിൽ മേ ബി നിങ്ങൾ സൺഡേ ആകുമ്പോഴേക്കും നിങ്ങൾ തമ്മിൽ ഒരു ഓക്കെ ആയിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ആലോചിക്കുന്നതായിട്ട്, അറ്റ്ലീസ്റ്റ് ആലോചിക്കുന്നതായിട്ട് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ തീരുമാനത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നു എന്ന് പറയാം. ഒരു പുതിയ തുടക്കം വേണോ വേണ്ടേ എന്ന രീതിയിൽ, ആക്ഷൻ എടുക്കണോ എന്ന രീതിയിൽ ഒരു ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സൺഡേക്ക്. ഓക്കെ, സൺഡേയുടെ എനർജി അതാണ്. ഐ തിങ്ക് നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാം. മേ ബി ആക്ഷൻ എടുക്കില്ല നിങ്ങൾ. ഐ തിങ്ക് ആക്ഷൻ എടുക്കണോ വേണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന പോലെയാണ്. ഓക്കെ, ആക്ഷൻ എടുക്കണോ വേണ്ടേ എന്ന് കുറച്ച് ആലോചിക്കും. പുതിയ തുടക്കം വേണോ എന്നുള്ള രീതിയിലൊരു ചെറിയ ചിന്തകൾ എന്തിനെക്കുറിച്ചും ആവാം. ആൻഡ് ഇവിടെ തൽക്കാലം നിങ്ങളൊന്ന് സമാധാനമായിട്ടിരുന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ആലോചിക്കുന്ന പോലെയാണ്, ആക്ഷൻ എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഈ വീക്കിലെ ഹെഡ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ. അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. ആദ്യം കുറച്ച് തുടക്കമൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട്, ഇനി ഇന്നത്തെ ദിവസം നല്ല പോസിറ്റീവായിട്ട് നമുക്ക് കണ്ടു. ഇന്നും നാളെയൊക്കെ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ തീർച്ചയായിട്ടും നല്ല ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നും നാളെയൊക്കെ മുന്നോട്ടും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഒന്ന് മനസ്സിനെ സ്ട്രോങ് ആക്കി കൊണ്ടുപോകാം എപ്പോഴും. ഓക്കെ, എന്ത് വന്നാലും ശരി, നല്ലതും വരും എന്നുള്ളത് ഓർമ്മ വയ്ക്കാം. ഒരു മോശം സമയം വരുമ്പോൾ അതിൻ്റെ ഒപ്പം നല്ലൊരു സമയം ഉണ്ടാവും എന്നുള്ളത് ഓർമ്മ വയ്ക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒറക്കിൽ നിന്ന് നിങ്ങളുടെ ഏഞ്ചൽ ഓഫ് ബാലൻസ്, നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്ത് വെക്കാം. ഓക്കെ, അവനവനെ ബാലൻസ് വെക്കുക. അതായത് ഒരു എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ ഓവർ സന്തോഷിക്കുകയും വേണ്ട, സങ്കടം വരുമ്പോൾ ഓവർ സങ്കടപ്പെടുകയും ചെയ്യരുത്. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല ലൈഫ് തന്നെ ഒരു ബാലൻസ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഫൈനാൻഷ്യൽ കോൺസ്റ്റൻസി, യെസ്, ചിലവർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ചിലപ്പോൾ ഐ തിങ്ക് മൺഡേ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാലും എനിക്ക് പറയാം, നമ്മൾ എന്താ ചെയ്യാം, ഐ തിങ്ക് അത് ആ ഒരു അസുഖത്തിൻ്റെ കാര്യത്തിനോ എന്തിനെങ്കിലുമൊക്കെ വേണ്ടി ചിലപ്പോൾ ചിലവുമായി പോയേക്കാം. ഐ തിങ്ക് നിങ്ങൾക്ക് ചില ഫൈനാൻഷ്യൽ കോൺസ്റ്റൻസ് നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതയാണ്. അറ്റാച്ച്മെൻറ്റ് ആൻഡ് 7th ചക്ര ആർക്കേഞ്ചൽ യൂറിയൽ, ആക്ച്വലി സ്പിരിച്വൽ കണക്ഷൻ്റെ കാര്യമാണിത്. 7th ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും മേലത്തെ ക്രൗൺ ചക്ര എന്ന് പറയും. ആർക്കേഞ്ചൽ യൂറിയലുമായിട്ട് ആക്ച്വലി സ്പിരിച്വൽ ഒരു കുറച്ച് സമയം നിങ്ങൾ സ്പിരിച്വൽ ഒരു സ്പെൻഡ് ചെയ്യുമായിരിക്കും, അതായത് പ്രാർത്ഥന കാര്യങ്ങളിലേക്കൊക്കെ. ഓക്കെ, അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ റിലേഷൻഷിപ്സിൽ ഓക്കെ ഒരുപാട് അറ്റാച്ച്ഡ് ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ചില വിഷമങ്ങൾ ഫേസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ചിലപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിരിക്കും. ആൻഡ് ഇവിടെ 2nd ചക്ര ആർക്കേഞ്ചൽ ഏരിയൽ. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ആൻഡ് നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന രീതിക്ക് തന്നെ ബാലൻസിലിരിക്കാം. ദ തിങ്കിങ് മാൻ, ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകേണ്ട. ഡെവിൾ കാർഡ് നമ്മുടെ പറഞ്ഞിരുന്നു, ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകാതിരിക്കുക. ഓക്കെ, കമ്മ്യൂണിറ്റി, യെസ്, ചിലപ്പോൾ എൻ്റെ ഇവിടെ ഹാപ്പി ഫാമിലി. 10 ഓഫ് കപ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഐ തിങ്ക് ഫാമിലിയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ ഈ ആഴ്ച വരാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ പോകുമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫംഗ്ഷന് പോകുമായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചില സന്തോഷങ്ങളും നിങ്ങൾക്കുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം ചില ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു ടെൻഷനും കാണുന്നുണ്ട്. പക്ഷേ രണ്ടും കൂടി ഒരു ബാലൻസ് ആണ് നമ്മുടെ ലൈഫ് അല്ലേ, അതിനെയാണ് പറഞ്ഞത്. നിങ്ങൾ പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ലൈഫിൽ എല്ലാം നമുക്ക് നല്ലത് വരും എന്ന രീതിയിൽ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ എവിടേക്കോ കണക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ലേശം പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും, ലേശമല്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും, എനിക്കറിയാം. ഓക്കെ, ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങളെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കാതിരിക്കുക. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ടാവാം. ഓക്കെ, അതാണ് നേരത്തെ ഏസ് ഓഫ് സോർട്സ് നമ്മൾ കട്ടിങ് ഓഫ് എന്നും പറയും. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ കട്ട് ഓഫ് ചെയ്യുന്ന കാര്യം പറയും. ഓക്കെ,
ആൻഡ് ഇവിടെ കമ്മ്യൂണിറ്റി ആൻഡ് സെലിബ്രേഷനൊക്കെ കണ്ടിരുന്നു. സോ നിങ്ങൾ എന്തെങ്കിലും സെലിബ്രേഷന് പോകാനുള്ള സാധ്യതയാണ്. ഹാപ്പി ആയിട്ടും ഇരിക്കും, പക്ഷെ അറ്റ് ദ സെയിം ടൈം ചില വിഷമങ്ങളും ഉണ്ടാവും. അതെപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, സോ നമ്പേഴ്സ് വേണമെങ്കിൽ പറയാം. 48, അപ്പോൾ 12 ആണ്, 3. ഇവിടെ 13, 4, 5, 36, അപ്പോൾ 9, 41, 5, 46, 10 അല്ലെങ്കിൽ 1, 7 ഉണ്ട്. ഇവിടെ 4 ഉണ്ട്, അഗൈൻ 4 രണ്ട് തവണയുണ്ട്. ഓക്കെ, ഇവിടെ 11 ഉണ്ട്. ഓക്കെ, സോ ഇത്രയും നമ്പേഴ്സും നിങ്ങൾക്ക് ചിലപ്പോൾ റെസനേറ്റ് ആവാം. 48, 41, 46, 36, 13, 5, 7 ഇതൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ റെസനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും ഈ ഒരാഴ്ച. ഓക്കെ, ലേശം പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക നിങ്ങൾ. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസം ആവട്ടെ. നന്ദി, നമസ്കാരം.